അനീഷ് ഇപ്പോൾ പഴയതുപോലെ തന്നെ കട്ട വെറുപ്പീരായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം അനീഷ് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോമണറായി വന്നതുകൊണ്ട് തന്നെ അനീഷിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജികൾ പിടിച്ച് ഒന്ന് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ നാടകമൊക്കെ നടത്തി പ്രേക്ഷകരെ വെറുപ്പിച്ച് തന്നെയാണ് അനീഷിന്റെ കളം പിടിച്ചിരിക്കുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ബിഗ് ബോസ് ആണ്. ഓരോ കണ്ടസ്റ്റൻസിനും അവരുടേതായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജികൾ പിടിച്ച് അവരുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്താനുള്ള റൈറ്റ്സ് 100% ഉണ്ട്. അനീഷും ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരെ വെറുപ്പിച്ച് തന്നെയാണ് ഈ ഒരു സീസണിലേക്ക് വന്നത്. അനീഷിനെ എവിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പ്രേക്ഷകരുടെ ഇഷ്ടമാണല്ലോ. പ്രേക്ഷകർ വോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ നിൽക്കുന്നതും. സോ വെറുപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പോലും പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും വെറുപ്പിച്ച ഒറ്റപ്പെടൽ നാടകങ്ങളും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞും ക്യാമറ സ്പേസ് കണ്ടെത്തി തന്നെയാണ് അനീഷ് ഈ ഒരു സീസണിലേക്ക് വന്നത്. പ്രേക്ഷകർ സ്ലോലി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് അനീഷ് മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ടൊരു കോംബോ പിടിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കൂടെ ഇടപഴകി ഈ ഷാനവാസ് അനീഷ് കോംബോ ഒക്കെ ലൈറ്റ്ലി കയറി വരുന്നതും അതുപോലെ തന്നെ ആദില അനീഷ് ഒരു ടോം ആൻഡ് ജെറി കോംബോ ഒക്കെ പുറത്തേക്ക് വരുന്നതും കുറച്ച് ഫൺ എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് അനീഷിനെ പ്രേക്ഷകർ പയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ ഈ ഫാമിലി വീടിനുള്ളിൽ വന്നതിന് ശേഷം അനീഷിന് കൊടുത്ത ഒരു ഉപദേശം പഴയതുപോലെ കളിച്ചാൽ മതി, കോംബോയൊന്നും വേണ്ട അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നുള്ള ഒരു ഉപദേശം കേട്ടതിന് ശേഷം അനീഷ് പെട്ടെന്നാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ലോലി ഓരോ കാര്യങ്ങൾ ഒഴിവാക്കി പഴയതുപോലെ വെറുപ്പിച്ച് തുടങ്ങുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് വരുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പയ്യെ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പയ്യെ മാറുന്നു, മറ്റു പല കോംബോയിൽ നിന്നും പയ്യെ മാറുന്നു. പഴയതുപോലെ പ്രേക്ഷകരെ വെറുപ്പിക്കാൻ വേണ്ടി അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്റെ വോയിസ് ഉയർത്തുന്നു. ഒരു കാര്യവുമില്ലാത്ത പ്രശ്നങ്ങൾ വീണ്ടും പറഞ്ഞു തന്റേതായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പോലും ചില ടാസ്കുകളിൽ മനസ്സിലാകാതെ അത് ഒരു കാര്യവുമില്ലാത്ത കണ്ടന്റുകൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി സംസാരിച്ച് മറ്റുള്ളവരെ കൂടി വെറുപ്പിക്കുന്നു. ഇത് തുടക്കം ചെയ്തിരുന്ന ഒരു കാര്യമാണ് അനീഷ്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് പോലും അത് പലപ്പോഴായിട്ട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്, കണ്ടിരിക്കാൻ പോലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനീഷ് ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി അധികം റിപ്പീറ്റ് ആയിട്ട് പറയാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതികളിലൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ മുൻപോട്ട് വന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ചയും കഴിഞ്ഞ ഒരാഴ്ചയും ഒക്കെ ആയിട്ട് അനീഷ് ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും അതുപോലെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളിലും വാശി പിടിച്ച് അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടും സാധാരണക്കാരൻ കാർഡും ഇതുമെല്ലാം ഉൾപ്പെടുത്തി മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് പ്രേക്ഷകരുടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് മാത്രമാണ് അവിടെ ശരി, മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് അനീഷിനെ ആക്രമിക്കുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ പറയുന്നതെല്ലാം ശരി, അനീഷ് പറയുന്നതെല്ലാം തെറ്റ്. അതുപോലെ ബിഗ് ബോസും പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്നുള്ള ഒരു രീതി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അനീഷ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തു കഴിഞ്ഞാൽ അനീഷ് തുടങ്ങും. ശരിക്കും ലൈവ് തുടങ്ങാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ്. ലൈവ് രാവിലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനീഷ് രാവിലെ തന്നെ നമ്മുടെ ചെവിതല കളയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. രാവിലെ അങ്ങ് തുടങ്ങും, എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെയും പറഞ്ഞ് നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കുകയാണ്, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഞാൻ പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ, നിങ്ങൾ പറയുന്നതിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. ഇന്ന് രാവിലെ പോലും ലൈവിൽ ഇത് തന്നെയാണ് പ്രശ്നം. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു, നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് വിന്നാകാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന്. അത് ഓരോരുത്തരും പറയുമ്പോൾ അനീഷ് വന്നിട്ട് പറയുന്നത് വേറൊരു സംഭവം. അത് ബിഗ് ബോസ് പോലും പറഞ്ഞു, ആ ടാസ്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയേണ്ടത്. അത് പ്രോപ്പറായിട്ട് പറയാത്തതിന് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് അതിന്റെ പേരിൽ കണ്ടസ്റ്റൻസിന്റെ തലയിലോട്ട് കയറുന്നു, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങ് തുടങ്ങി. അനീഷ് അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യം ആ ഒരു ടാസ്ക് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേനെ, ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്തേനെ. അന്നേരം വളച്ചുചുറ്റി വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ആ ടാസ്ക് കുളവാക്കും. എന്നിട്ട് പിന്നീട് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് പുറത്തേക്ക് ഒരു കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു ഫേക്ക് ഡ്രാമ കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്താ പറയുന്നത്, നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്നു, ഒരു ഒറ്റപ്പെടൽ നാടകം നടത്തുന്നു, ഗെയിമിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കും മറ്റു പല കോംബോകളിലേക്കും എല്ലാവരുമായിട്ട് ഇടപഴകി ഒരു ഇതിൽ പോകുമ്പോൾ നമ്മളും വിചാരിക്കും ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ആ മനുഷ്യൻ, പിന്നീട് എല്ലാവരുമായിട്ട് ഇടപഴകി പയ്യെ കയറി വരുന്നതാണ് നമ്മളെല്ലാം വിചാരിക്കും. എന്നാൽ പിന്നീട് പല ഇൻഫോർമേഷൻസും കിട്ടിക്കഴിയുമ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം മാറ്റി ഓരോ ചേഞ്ചസ് വരുത്തി എല്ലാം ഉപേക്ഷിച്ച് ക്യാമറ സ്പേസിന് വേണ്ടി പല സംഭവങ്ങളും കണ്ടെത്തുന്നതും പല ഡ്രാമകൾ കളിക്കുന്നത് കാണുമ്പോഴും പല നുണകൾ പറയുന്നത് കാണുമ്പോഴും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരനാണ്, എല്ലാവരും കൂടി തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമകൾ കാണുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. അനീഷ് ഇപ്പൊ
പക്ക ഒരു ഫേക്ക് ഡ്രാമയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് നമുക്ക് ഓവറായിട്ട് ഡ്രാമ കളിപ്പിച്ച് നമ്മളെ പറ്റിക്കുന്നത് കാണുമ്പോൾ നമ്മളത് തുറന്നു കാട്ടുക തന്നെ ചെയ്യണം. ഈ ഒരു സീസണിൽ വിന്നാകാൻ സാധ്യതയുള്ള കൂടിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. ആ രീതിയിലേക്ക് നല്ല രീതിയിലും നല്ലൊരു സൈഡും ഉണ്ട്. അതോടൊപ്പം തന്നെ ആളിപ്പോൾ വന്ന് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡ്രാമ നടത്തുന്ന രീതിയിലാണ് അനീഷിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നേരത്തെ ഒരു ജെനുവിനിറ്റി തോന്നിയിരുന്നെങ്കിൽ പോലും, ഗെയിമിന്റെ ഭാഗമായിട്ട് കുറച്ച് സംഭവങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ പോലും കുറെയൊക്കെ ജെനുവിൻ ആയിട്ട് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എല്ലാം ഒരു ഫേക്ക് ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണുന്ന പ്രേക്ഷകർ എങ്ങനെയാണ് അനീഷിനെ വിലയിരുത്തുന്നത് എന്നൊരു ഫാനിസം ബ്ലൈൻഡ്നെസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.